ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ. അങ്ങേക്ക് 20 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ഒരു രാഷ്ട്രമോ സർക്കാരോ മുൻഗണന നൽകുന്ന മൂല്യങ്ങൾ എന്താണെന്നറിയാൻ ആ സർക്കാരിൻ്റെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മതിയാവും. ബഡ്ജറ്റ് എന്നത് കേവലം വരവുചെലവ് കണക്കുകളല്ല, അത് സമൂഹ നിർമ്മിതിയുടെ, അവസരങ്ങളുടെയും അവകാശങ്ങളുടെയും നീതിപൂർവമായ വിതരണത്തിൻ്റെ ഉപാധിയാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളുടെ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയുടെ സാമ്പത്തികവും നിയമപരവുമായിട്ടുള്ള ഇടപെടലുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെക്കി ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് LDF ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ബഡ്ജറ്റിൻ്റെ ചർച്ചയിൽ ശ്രദ്ധിക്കാതെ 2 MLA-മാർ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ആകെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് വർഷത്തിൽ 1 പ്രാവശ്യം സംസാരിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കരുത്. അപ്പോൾ സർ, കേരളത്തെയും രാജ്യത്തെയും ഞെട്ടിച്ച സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. സർ, 254 പേർക്കാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. 44 പേരെ ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല സർ. 2007 വീടുകൾ പൂർണ്ണമായും തകരുകയും ആയിരക്കണക്കിന് പേരുടെ ജീവനോപാധികൾ നഷ്ടമാകുകയും ചെയ്തു ആ ദുരന്തത്തിൽ. സർ, 1202 കോടി രൂപ നഷ്ടം ഉണ്ടായി ആ ദുരന്തത്തിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി. റവന്യൂ മന്ത്രി ശ്രീ K. രാജനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും അവിടെ കേന്ദ്രീകരിച്ചു നിന്ന് അവിടെ ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്താനും നിന്നു എന്നത് നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ ഗവൺമെൻറ്റിനൊപ്പം ചേർന്ന് നിന്നു. ജീവൻ നഷ്ടപ്പെട്ട, സർവസ്വവും ഇല്ലാതായ ബന്ധുജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ഗവൺമെൻറ് ഒപ്പം ഉണ്ടായിരുന്നു. ആ ബന്ധുജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട അവരെ മാറ്റിപ്പാർപ്പിക്കാൻ